ഈ ജൂലൈ മാസം മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ പൂർവികർ അതിജീവിച്ച ഒരു മഹാവിപത്തിന്റെ ഓർമ്മകൾ കൂടിയാണ്. ആധുനിക കേരളം സാക്ഷ്യം വഹിച്ച മഹാപ്രളയത്തിന്റെ ഓർമ്മകൾക്ക് 100 വയസ്സ് തികയുന്നു. ജൂലൈ മാസത്തിലാണ് ഒരു നാടിനെ തന്നെ തകർത്ത പ്രളയം അരങ്ങേറിയത്. കൊല്ലവർഷം 1099 പ്രളയമായതിനാൽ ആ ഭീതി നിറഞ്ഞ ഓർമ്മയെ 99 പ്രളയം എന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാ കാലത്തും മലയാളികളുടെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളിലൊന്നാണ് 99 പ്രളയം. ഇരുണ്ടുമൂടിയ ആകാശത്തു നിന്ന് അന്ന് വെള്ളം കുത്തിയൊലിച്ചൊഴുകി. ഇടമുറിയാതെ 3 ആഴ്ച കാലവർഷം കലിതുള്ളി പെയ്തിറങ്ങി. ഇന്നത്തെ മധ്യ കേരളത്തെയാണ് വെള്ളപ്പൊക്കം ഏറ്റവും സാരമായി ബാധിച്ചത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെയെല്ലാം ഒരുപോലെ ബാധിച്ചു. മഴയും മലവെള്ളത്തിനൊപ്പം കടലാക്രമണവും നാശം വിതച്ചു. തോരാമഴ മൂലം തെക്കൻ തിരുവിതാംകൂറിന്റെയും വടക്കൻ മലബാറിന്റെയും താഴ്ന്ന പ്രദേശങ്ങളിൽ 20 അടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. ആലപ്പുഴ ജില്ല പൂർണ്ണമായും പ്രളയജലത്തിലും കടൽക്ഷോഭത്തിലും മുങ്ങി. കരമാർഗവും ജലമാർഗവുമുള്ള ഗതാഗതങ്ങളെല്ലാം തടസ്സപ്പെട്ടു. ഒട്ടേറെ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. തപാൽ സംവിധാനം ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ മാർഗങ്ങൾ ഒന്നാകെ നിലച്ചു. വെള്ളത്തിനൊപ്പം പട്ടിണിയും ദാരിദ്ര്യവും ഇരച്ചുകയറി. ആധുനിക രക്ഷാപ്രവർത്തനങ്ങളോ സംവിധാനങ്ങളോ ദുരിതാശ്വാസ ക്യാമ്പുകളോ ഒന്നുമില്ലാതിരുന്ന ആ കാലത്തുണ്ടായ ആൾനാശവും വിഭവനാശവും എത്രയാണെന്നതുപോലും കൃത്യമായി കണക്കാക്കാനായിട്ടില്ല. സമതലങ്ങളിൽ മാത്രമല്ല, സമുദ്രനിരപ്പിൽ നിന്ന് 5000 മുതൽ 6500 വരെ അടി ഉയരത്തിലുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ വരെ പ്രളയത്തിൽ മുങ്ങിയതാണ് കൂടുതൽ ഭീകരമായത്. ആധുനിക നഗരങ്ങളുടെ മാതൃകയിൽ അന്നത്തെ വികസിത നഗരങ്ങളോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മൂന്നാർ എന്ന സ്വപ്നലോകം വെള്ളത്തിൽ പാടെ ശവപ്പറമ്പായി. 1902 ബ്രിട്ടീഷുകാർ തുടങ്ങിയ മൂന്നാർ തേനി റെയിൽപാത വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. പിന്നീട് ഇതുവരെ മൂന്നാറിൽ റെയിൽ വന്നിട്ടില്ല. പ്രളയത്തിൽ തകർന്നുപോയ ഭാഗത്തു നിന്ന് 1 കിലോമീറ്റർ മാറി പുനർനിർമ്മിച്ച മൂന്നാറാണ് ഇന്ന് നാം കാണുന്നത്. മഹാപ്രളയത്തിൽ എത്ര പേർ മരിച്ചു എന്നതിന് കൃത്യമായ കണക്കില്ല. 1000-ലേറെയെന്ന് പറയുന്നു. വെള്ളം പൊങ്ങിയ പല നാടുകളിൽ നിന്നും ജനം ഉയർന്ന മേഖലകളിലേക്ക് പലായനം ചെയ്തു. 99 പ്രളയത്തിന് ശേഷം കേരളത്തെ പിടിച്ചുലച്ച പല വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൂന്നാർ മലമുകളിനെ വരെ കവർന്നെടുത്തുകൊണ്ട് ജലം ഇരച്ചു കയറിയ ആ മഹാപ്രളയം തന്നെയാണ് ആധുനിക കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമെന്ന് പറയപ്പെടുന്നു.